രാവിലെ തന്നെ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിയും അല്ലിക്കുട്ടിയും എഴുന്നേറ്റ്. അപ്പോൾ ശരി വിചാരിച്ചു, അല്ലിക്കുട്ടീനെ എടുത്ത് അരയന്നത്തിനെ തുറന്നു വിടാൻ വിചാരിച്ചു. അങ്ങനെ അരയന്നത്തിനെ തുറന്നു വിട്ട് അവർക്കും ഭയങ്കര സന്തോഷമായി വെളിയിൽ ഇറങ്ങിയപ്പോൾ. അപ്പോൾ 5 അരയന്നമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ 5 പേരും പുറത്ത് വിട്ട് താറാവിനും തുറന്നു വിടാൻ വിചാരിച്ചു. അപ്പോൾ താറാവിനും തുറന്നു വിട്ട് അവർ വെളിയിൽ പോയപ്പോൾ അല്ലിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവിടെ ഒരു വഴുതന ഉണ്ടായിരുന്നു. അപ്പോൾ അത് അല്ലിക്കുട്ടിക്ക് വേണം പറഞ്ഞിട്ട് അത് പറിച്ചു കൊടുത്തു. അപ്പോൾ അല്ലിക്കുട്ടി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് സന്തോഷമായി. പിന്നെ അങ്ങോട്ട് വാഴാമണി അതിൽ തേന് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത്. അപ്പോൾ തേന് കുടിച്ചപ്പോൾ ഒരു കശപ്പ് പോലെ. അപ്പോൾ അങ്ങനെ കഴിച്ചില്ല. അല്ലിക്കുട്ടിക്ക് അങ്ങനെ കൊടുത്തില്ല. അപ്പോൾ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിക്കും വേണം പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലിക്കുട്ടിക്ക് വയ്യായിരുന്നു. അപ്പോൾ അല്ലിക്കുട്ടീനെ എടുത്ത് മഞ്ജു നടക്കുകയാണ്. അപ്പോൾ അവൾക്ക് എടുത്ത് നടക്കുമ്പോൾ ഇത്തിരി ഒരു ആശ്വാസമാണ്. അപ്പോൾ തീരെ വയ്യായിരുന്നു. ഇന്നലെ നല്ല പനിയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ തന്ന് അല്ലിക്കുട്ടിക്ക് മരുന്നൊക്കെ കൊടുത്ത് ഇതാ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് റോഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് അടിച്ച് എല്ലാം വൃത്തിയാക്കി ഇരിക്കുകയാണ്. ഋതുക്കുട്ടനും തുമ്പിക്കുട്ടി പിന്നാലെ തന്നെ നടക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റതും അപ്പോൾ അവിടെയൊക്കെ എല്ലാവരുടെയും വൃത്തിയാക്കട്ടെ വന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഞാനും അടിക്കും, കുറച്ച് അവളും അടിക്കും. അങ്ങനെയായിരുന്നു. പിന്നെന്താണ് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും. ബൈ.